ഒക്കെ ശങ്ക പിടിച്ചൊരു തിരുവാതിരയാണ് ഇത്തവണ എല്ലാവരും ആഘോഷിച്ചത് എന്ന് വെച്ചാൽ കുറേ പേര് പറയും ഞായറാണെന്ന്, കുറേ പേര് പറയും തിങ്കളാണെന്ന്. നമ്മൾ എന്തായാലും തിങ്കളാണ് ആഘോഷിച്ചേട്ടാ. അപ്പം നിങ്ങളെല്ലാവരും ഏത് ദിവസമാണ് തിരുവാതിര ആഘോഷിച്ചതെന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ആക്കിയേക്കിട്ടാ. ഞാൻ 1.5 ഗ്ലാസ് കൂവപ്പൊടി എടുത്തിരുന്നത് കേട്ടോ. അതിലോട്ടൊരു 4-4.5 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചു. ആവശ്യത്തിന് ശർക്കര ഇട്ട് കൊടുത്തു, കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് കൈവിടാണ്ട് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ ഒരുമാതിരി കട്ടയായി പോവുള്ളൂ. ഇത്തവണ ഞാൻ കൂവപ്പൊടി ഉണ്ടാക്കിയിട്ടില്ല, കഴിഞ്ഞ കൊല്ലത്തെ ബാക്കിയാണ്. ഇനി മരുന്നിനും കൂടിയൊന്നും ഉള്ളില്ല, അത് വേറെ കാര്യം. തിരുവാതിര ആഘോഷമൊക്കെ കഴിഞ്ഞാൽ കൂവയ്ക്ക് വിലയൊക്കെ ഒന്ന് കുറയും. അന്നേരം നമുക്ക് കുറച്ചധികം മേടിച്ച് പൊടിയാക്കി വെക്കണം. അപ്പോൾ കൂവ പായസമൊക്കെ നല്ല മെനക്ക് നല്ല പാകമായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തിട്ട് കഴിഞ്ഞാൽ കൂവ പായസം സെറ്റായി. പിന്നെ നമ്മൾ തിരുവാതിരയ്ക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുക വെച്ചാൽ അത് പുഴുക്കാണ്. കൂവ പായസം, പുഴുക്ക്, പപ്പടം കാച്ചിയത്, പിന്നെ ചെറുപഴം ഉണ്ടാവലുണ്ട്. ചെറുപഴം ശനിയാഴ്ച വൈകിട്ടായിട്ടും കൊണ്ടുവന്നു. ഞായറാഴ്ചയാണ് ഞാൻ ആഘോഷിക്കണമെന്ന് ഓർത്തിട്ട്. പക്ഷെ അത് ഞാനും എൻ്റെ അച്ചൂട്ടനും വേട്ടനും ഒക്കെ പാടെ തിന്ന് കഴിഞ്ഞ് അപ്പോൾ പിന്നെ അത് നമ്മളവിടെ സ്കിപ്പ് ചെയ്തു കേട്ടോ. ഓരോ സ്ഥലത്തും ഓരോ മാതിരി ആയിരിക്കും ഈ തിരുവാതിരയൊക്കെ ആഘോഷിക്കുക അല്ലേ. അപ്പം നിങ്ങളുടെ അവിടെയൊക്കെ തിരുവാതിരയ്ക്ക് എന്താ സ്പെഷ്യൽ ഉണ്ടാക്കുക, എങ്ങനെ ആഘോഷിക്കുക എന്നൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കിട്ടാ. കൂവപ്പായസമൊക്കെ റെഡിയായി. അത് ഞാൻ വലിയ അടുക്കളയിൽ കൊണ്ടുവച്ചു. ഇനി അതൊന്ന് നമുക്ക് വറുത്തിടണം. കുറച്ച് നെയ്യിൽ ഞാൻ കുറച്ച് തേങ്ങക്കൊത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതിലോട്ടിട്ട് ഇത്തിരി ഒന്നങ്ങ് മൊരിച്ച് അതിലോട്ട് തട്ടിക്കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. വേണേൽ നമുക്ക് ഈ സമയത്ത് ഏലക്കാപ്പൊടിയില്ലേ അതുകൂടെ തട്ടിക്കൊടുക്കുക, അപ്പോൾ നല്ലൊരു മണമൊക്കെ ഉണ്ടാവും. ഞാൻ അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. നമുക്കിത് വെറുതെ തിളപ്പിച്ചാൽ തന്നെ നല്ല ഇഷ്ടമാണ്. കൂവപ്പായസം മാത്രമായപ്പോഴേ ആദ്യത്തേന് കഴിക്കാൻ വൈകിട്ടുണ്ട് കേട്ടോ. അതിന് തൊട്ടപ്പുറത്ത് കാണുന്ന പ്ലേറ്റിലത് എഴുത്തിമ തന്നെയാണ്. എഴുത്തിമ ഉണ്ടാക്കിയത് ടേസ്റ്റ് നോക്കാനായിട്ട്. എൻ്റെ പുഴുക്ക് വേവുന്നേ ഉള്ളൂ. ആദ്യക്ക് കൂടുതൽ ഇഷ്ടം ഈ കൂവപ്പായസമാണ്. അതിൽ പപ്പടം കണക്കില്ലാണ്ട് ഇട്ട് പൊട്ടിക്കുക, എന്നിട്ട് വാരി കഴിക്കുക. അച്ചൂട്ടൻ പിന്നെ 1-2 പപ്പടമൊക്കെ ഇട്ട് സ്പൂണും വെച്ച് കുറച്ച് റിച്ച് ലുക്കിലൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മൾ പുഴുക്കിനായിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്ന ആ കാവത്തും വെള്ളപ്പയറും പിന്നെന്താ നാട്ടക്കിഴങ്ങോ എന്തോ ഒരു കിഴങ്ങുണ്ട്, അതിൻ്റെ പേരിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, അതും അതുപോലെ ഇടിച്ചക്കയും എല്ലാം കൂടെ ഇങ്ങനെ വെന്ത് പാകമായപ്പോൾ അതിലോട്ട് തേങ്ങയും പച്ചമുളകും ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കടുക് പൊട്ടിച്ചു, അത്രയേ ഉള്ളൂ. തിരുവാതിരയ്ക്ക് വേറൊരു സ്പെഷ്യൽ സാധനം കൂടി നമ്മൾ എന്തായാലും മേടിച്ചുണ്ടാക്കും കേട്ടോ. വേറെ ഒന്നല്ല, നല്ല സ്രാവ്, ഉണക്ക സ്രാവ് അങ്ങ് വറുത്ത് ഉച്ചാകുമ്പോൾ ഒരു പിടി ചോറങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ ഈ വർഷത്തെ തിരുവാതിര കംപ്ലീറ്റ്.